തലയ്ക്കുമീതെ ശൂന്യാകാശം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സ്ട്രെറ്റ്ഫോർഡ് സിഗ്നൽ. ഞാൻ നിങ്ങളുടെ മിറാജ്. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് ഈസ് എബൌട്ട് മാനേജേഴ്സ് അല്ലെങ്കിൽ ഹെഡ് കോച്ച്. മാനേജേഴ്സ് എന്ന് പറഞ്ഞാൽ പറ്റില്ല, കാരണം നമ്മുടെ ക്ലബിലോട്ട് ഇനി മാനേജേഴ്സ് വരില്ല. അതാണ് നമുക്ക് കിട്ടിയ ഒരു അല്ലെങ്കിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന വാർത്ത. സോ ബേസിക്കലി ആരായിരിക്കും നമ്മുടെ ഹെഡ് കോച്ച്? മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടീമിൻ്റെ ഹെഡ് കോച്ച് ആരാവണം? അതിന് പരിഗണിക്കേണ്ട നെയിംസ് ആരൊക്കെയാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ്? അതേപോലെ തന്നെ നമ്മൾക്ക് വരേണ്ട ഒരു കാലിബർ ഓഫ് കോച്ച് ആരാണ്? അപ്പോൾ ഇങ്ങനത്തെ കുറേ ഡിസ്കഷൻസ് ഒക്കെ നമ്മൾ കഴിഞ്ഞൊരു 2-3 വീക്സായിട്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പല ചാനൽസിൽ കാണുന്നുണ്ട്, പല റിപ്പോർട്ട്സ് വരുന്നുണ്ട്. ഇൻസൈഡ് ദ ക്ലബ് എന്ന് വരെ റിപ്പോർട്ട്സ് ഡേവിഡ് ഓൺസ്റ്റിനും അതുപോലെ തന്നെ ലോറി വിറ്റ്വെൽവർക്കൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് പല പേരും കിട്ടും. അതായത് ലൂയിസ് എൻട്രിക്കെ, ആഞ്ചലോട്ടി, അതേപോലെ തന്നെ തോമസ് ട്യൂക്കൽ, പിന്നെ ഡിസേർബി, അതിൻ്റെ കൂടെ കാരിക് ഉണ്ട്, നെഗൽസ്മാൻ, ഇവരൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ആദ്യം ഇതിനെക്കുറിച്ച് നമ്മളൊരു ലൈവ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് എൻ്റെ ഫേവറേറ്റ് ഓപ്ഷൻ ഏതാണ് കോച്ച് ആവാൻ എന്നുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ലൈവ് വീഡിയോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കാം. നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ ഫേവറേറ്റ് ആരാണെന്നുള്ളത് അല്ലെങ്കിൽ എൻ്റെ ഫേവറേറ്റ് കോച്ച് ആരാവണം യുണൈറ്റഡിൻ്റെ എന്നുള്ളത് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സോ യു ക്യാൻ വാച്ച് ദ വീഡിയോ. അത് കണ്ട ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ആരാന്നുള്ളത്. സോ നമുക്ക് അതിലോട്ട് കിടക്കണ്ട. എൻ്റെ ഒപ്പീനിയൻ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴത്തെ റിപ്പോർട്ട്സ് പ്രകാരം ആഞ്ചലോട്ടി ബ്രസീൽ നാഷണൽ ടീമിൻ്റെ കൂടെ വേൾഡ് കപ്പിന് വേണ്ടി പ്രിപ്പറേഷനിലാണ്. തോമസ് ട്യൂക്കൽ ഇംഗ്ലണ്ട് നാഷണൽ ടീമിൻ്റെ കൂടെ വേൾഡ് കപ്പിന് വേണ്ടി പ്രിപ്പറേഷനിലാണ്. ഒരു മിനിറ്റ്. അതേപോലെ തന്നെ നെഗൽസ്മാൻ ജർമ്മൻ നാഷണൽ ടീമിൻ്റെ കൂടെ വേൾഡ് കപ്പിന് വേണ്ടി പ്രിപ്പറേഷനിലാണ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള അല്ലെങ്കിൽ നമ്മൾ നോക്കുന്ന കുറച്ച് ഒരു 3-4 മാനേജേഴ്സൊക്കെ ഈ നാഷണൽ ടീമിൻ്റെ മാനേജേഴ്സും അല്ലെങ്കിൽ കോച്ചും അവർ വേൾഡ് കപ്പിൻ്റെ പ്രിപ്പറേഷനിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതല്ലാതെ വരുന്ന കുറച്ച് പേരുകളായിരുന്നു ഡിസേർബി, കാരിക്, അതേപോലെ തന്നെ എനിക്ക് വേറെ 2-3 പേരുകൾ കേട്ടിരുന്നു. സൗത്ത് ഗേറ്റിൻ്റെ പേരൊക്കെ അതിൻ്റെ ഇടയ്ക്ക് എടുത്ത് പറഞ്ഞു. ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ്സ് റിലയബിൾ, അറിഞ്ഞുകൂടാ. പക്ഷേ എന്നിരുന്നാലും ഉള്ള കാര്യങ്ങൾ നമ്മൾ ഓപ്പണായിട്ട് പറയണമല്ലോ. ഐ ഡോണ്ട് ലൈക്ക് സൗത്ത് ഗേറ്റ്, ഐ ഡോണ്ട് വാണ്ട് സൗത്ത് ഗേറ്റ്. സോ അതുകൊണ്ടാണ് ഞാൻ ആ പേര് അങ്ങനെ എടുത്ത് പറയാത്തത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ കേൾക്കുന്നൊരു പേരാണ് കാരിക്കിൻ്റെ. അതായത് കാരിക്കിൻ്റെ ഇപ്പോഴത്തെ ഒരു പെർഫോമൻസ് ഒക്കെ വെച്ചിട്ട് എല്ലാവരും പറയുന്നുണ്ട് കാരിക്കിന് ഫുൾ ടൈം ജോബ് കൊടുക്കണം, കാരിക് ഡിസേർവ്സ് എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ കൂടുതൽ റിപ്പോർട്ട്സ് വരുന്നുണ്ട് യുണൈറ്റഡിന് യുണൈറ്റഡ് ജോബ് കിട്ടിയിട്ടില്ലെങ്കിൽ കാരിക് മൈറ്റ് ഗോ ടു ക്രിസ്റ്റൽ പാലസ് അല്ലെങ്കിൽ ടോട്ടനം എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇടയ്ക്ക് കേട്ടൊരു പേരാണ് ഒലിവർ ഗ്ലാസ്നർ. ക്രിസ്റ്റൽ പാലസിൻ്റെ ഈ വർഷം കോൺട്രാക്ട് കഴിയുന്ന ഒലിവർ ഗ്ലാസ്നർ. പിന്നെ ഇറിയോലയൊക്കെ ഉണ്ട്. നമ്മുടെ ഫുൾഹാമിൻ്റെ മാനേജറുണ്ട്, മാർക്കോ സിൽവയുണ്ട്, പേരൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷേ 4-5 പേരുകൾ പ്രോമിനൻ്റ് ആയിട്ട് കഴിഞ്ഞൊരു 3-4 ആഴ്ചയായിട്ട് അല്ലെങ്കിൽ ഒരു ഓൾമോസ്റ്റ് ഒരു മാസമായിട്ട് നമ്മൾ കേട്ടിരുന്നു. അതിലെ മെയിൻ പേരായിരുന്നു തോമസ് ട്യൂക്കൽ. ഈ തോമസ് ട്യൂക്കൽ ഇപ്പോൾ ലേറ്റസ്റ്റ് റിപ്പോർട്ട്സ് പ്രകാരം 2028 2029 വരെയോ ഇംഗ്ലണ്ടിൻ്റെ നാഷണൽ ടീമിൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് കോൺട്രാക്റ്റ് റിന്യൂ ചെയ്തു. അതേപോലെ തന്നെ ആഞ്ചലോട്ടിയും പിറ്റേ ദിവസം തന്നെ നമുക്ക് റിപ്പോർട്ട്സ് കിട്ടി ബ്രസീൽ ടീമിൻ്റെ കൂടെ 2030 വരെ വേൾഡ് കപ്പ് പ്രിപ്പറേഷനും അതേപോലെ തന്നെ നാഷണൽ ടീമിനെ പരിശീലിപ്പിക്കാനുമായിട്ട് 2030 വരെ മൂപ്പരും കോൺട്രാക്റ്റ് പുതുക്കി എന്നുള്ളത്, അല്ലെങ്കിൽ റിന്യൂ ചെയ്തു എന്നുള്ളത്. അതിൻ്റെ ഇടയ്ക്ക് റിപ്പോർട്ട്സ് വരുന്നുണ്ട് ലൂയിസ് എൻട്രിക്കെ ഹീസ് ഹാപ്പി അറ്റ് PSG ലൂയിസ് എൻട്രിക്കയ്ക്ക് പോകാൻ താല്പര്യമില്ല, ഹി വിൽ റിന്യൂ ദ കോൺട്രാക്ട് അറ്റ് PSG എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ റിപ്പോർട്ട്സ് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ റിപ്പോർട്ട്സ് ഒക്കെ വരുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു സംഭവം, അപ്പോൾ നമ്മുടെ കോച്ച് ആരാണ്? മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ അടുത്ത സീസണിലോട്ടും അല്ലെങ്കിൽ അടുത്തൊരു 3-4 വർഷത്തിലേക്കും ലീഡ് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മുടെ ടീമിനെ കോച്ച് ചെയ്യാൻ പോകുന്ന, ഒരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന, ഒരു ഫുട്ബോൾ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു ഫുട്ബോൾ കോച്ച് ആരാണ് നമുക്ക്? ഇപ്പോൾ ലൂയിസ് എൻട്രിക്കെ പോവാണെന്ന് കേൾക്കുന്നുണ്ട്. മിക്കവാറും പോയ മട്ടാണ്. ആഞ്ചലോട്ടി പോയി, അതേപോലെ തന്നെ തോമസ് ട്യൂക്കൽ പോയി. എൻ്റെ അഭിപ്രായത്തിൽ ലോക ഫുട്ബോളിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പോലത്തെ ഒരു ഗ്ലോബൽ ഐക്കോണിക് ക്ലബിനെ മാനേജ് ചെയ്യാൻ കുറച്ച് ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള, കുറച്ച് പവറുള്ള, കുറച്ച് ആറ്റിറ്റ്യൂഡുള്ള, ബിഗ് ഗെയിം അല്ലെങ്കിൽ ബിഗ് ക്ലബ് ലീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മെൻറ്റാലിറ്റി ഉള്ള ഒരു മാനേജേഴ്സാണ് ഈ 3 പേരും. ഈ 3 പേരും ഇപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് വഴുതിപ്പോയി. ഇനി ഇവർ വഴുതി പോകാൻ കാരണം എൻ്റെ അഭിപ്രായത്തിൽ ഇനിയോസ് തന്നെയാണ്. ഗ്ലേസേഴ്സ് പ്ലസ് ഇനിയോസ് തന്നെയാണ്. കാരണം നമ്മളൊരു ബിഗ് ക്ലബ് മെൻറ്റാലിറ്റി കാണിക്കുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ വേറെ ഏത് ക്ലബ്ബായാലും, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആഴ്സണൽ അല്ലെങ്കിൽ സിറ്റി, ചെൽസി, ലിവർപൂൾ, ഇവർക്കൊക്കെ ഒരു മാനേജറിനെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു ക്ലബിനായിട്ടോ അല്ലെങ്കിൽ ഒരു നാഷണൽ ടീമിനായിട്ടോ കോൺട്രാക്ട് റിന്യൂ ചെയ്യുന്നതിനെക്കാട്ടും മുമ്പേ ആ ക്ലബ്ബുകൾ പോയിട്ട് അവരിരുത്തി പറയും, അത് എനിക്ക് ഞങ്ങളെ വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ക്ലബ്ബിലോട്ട് വരാൻ താല്പര്യമുണ്ടോ? ഓക്കെ, ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ഞങ്ങൾ വയ്ക്കുന്ന പ്രൊജക്റ്റ് ഇതാണ്, ഞങ്ങൾ വയ്ക്കുന്ന ഓഫർ ഇതാണ്, നിങ്ങളത് സ്വീകരിച്ചേ പറ്റൂ. അല്ലെങ്കിൽ ഞാൻ ലിവർപൂളാണ്, ഞാൻ ചെൽസിയാണ്, ഞാൻ ആഴ്സണലാണ്, ഞാൻ സിറ്റിയാണ്, ഞാൻ ബയൺ മ്യൂണിക്കാണ്, ഞാൻ റയൽ മാഡ്രിഡാണ്, ഞാൻ ബാർസയാണ്,
നിങ്ങളുടെ മുമ്പിലുള്ള ഓഫർ ഇതാ, യു ഹാവ് ടു ടേക്ക് ദിസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓഫർ വെക്കും. അത് ഏത് സിറ്റുവേഷൻ ആയിക്കോട്ടെ. ആൻഡ് അവർ ആ ഓഫറിൽ സൈൻ ചെയ്യും ഒരു ബിഗ് ഗെയിം അല്ലെങ്കിൽ ഒരു ബിഗ് ടീം മെൻറ്റാലിറ്റി കാണിച്ചു കഴിഞ്ഞാൽ. പക്ഷെ നമ്മളിവിടെ ചെയ്തത് എൻ്റെ അഭിപ്രായത്തിൽ വി ഡിഡ്ന്റ് ഷോ അപ്പ്. നമ്മളൊരു ബിഗ് ടീമാണെന്നുള്ളതോ അല്ലെങ്കിൽ നമ്മുടെ പേര് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണെന്നുള്ളതോ നമ്മൾ ഇവരുടെ മുമ്പിലൊന്നും പോയി കാണിച്ചില്ല. അതുകൊണ്ടായിരിക്കണം ഇവരൊക്കെ നമ്മളെ സ്നബ് ചെയ്തത്. ഉള്ള കാര്യം പറയാം, അവർ നമ്മളെ ഒഴിവാക്കിയത് തന്നെയാണ് ആ കോച്ചുമാരൊക്കെ. അല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനത്തെ വലിയൊരു ക്ലബ്ബിലോട്ട് ഇങ്ങനത്തെ കോച്ചുമാർ വരാതിരിക്കില്ല. ഇത് എൻ്റെ അഭിപ്രായമാണ്, പേഴ്സണൽ അഭിപ്രായമാണ്. ഇതിന് അഗേൻസ്റ്റ് പറയുന്ന ആൾക്കാരുണ്ടാവും. നിങ്ങളുടെ ഒപ്പീനിയൻസ് നിങ്ങൾക്ക് കോമെൻറ്റ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം ചാനലിലോട്ട്. ഇനി നമുക്കുള്ള ഓപ്ഷൻസ് പറഞ്ഞാൽ ഡിസേർബിയാണ്, ഒലിവർ ഗ്ലാസ്നറാണ്, ഇറിയോളയാണ്, പിന്നെ നമ്മുടെ മൈക്കിൾ കാരിക്കാണ്. ഇപ്പോൾ ലീഡ് കൊണ്ടിരിക്കുന്ന ഇൻട്രീമായിട്ടുള്ള മൈക്കിൾ കാരിക്കാണ്. ഇവരാരും എൻ്റെ അഭിപ്രായത്തിൽ ഒരു വേൾഡ് ക്ലാസ് കോച്ചല്ല, അല്ലെങ്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പോലത്തെ ഒരു ക്ലബിനെ ലീഡ് ചെയ്യാൻ പറ്റുന്ന, കുറച്ചും കൂടി ആറ്റിറ്റ്യൂഡ് കാണിക്കാൻ പറ്റുന്ന ഒരു ബിഗ് നെയിമല്ല. അതോടെയാണ് എൻ്റെ പ്രശ്നം. ഇപ്പോൾ ചില ആൾക്കാർ പറയുന്നുണ്ട് മൈക്കിൾ കാരിക്കിന് ജോബ് കൊടുക്കണം. കാർലോ ആൻചലോട്ടി കയ്യിൽ നിന്ന് പോയപ്പോഴും ലൂയിസ് എൻറിക്കെ കയ്യിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോഴും സൗത്ത് ഗേറ്റിൽ നിന്ന് തോമസ് ട്യൂഗിൽ കയ്യിൽ നിന്ന് പോയപ്പോഴും കുറേ പേര് പറയുന്നുണ്ട് ഇത് നല്ലതാണ്, കാരണം കാരിക്കാണ് കുറച്ചും കൂടി ബെറ്റർ, നമ്മുടെ ക്ലബിന് ബെറ്റർ കാരിക്കാണെന്ന് പറയുന്നുണ്ട്. എന്ത് ബേസിസിലാണ് ഇവർ കാരിക്കാണ് നമ്മുടെ ക്ലബിൽ നിന്ന് ബെറ്റർ എന്ന് പറയുന്നത് എനിക്കറിയില്ല. കാരണം കാരിക്ക് അതിന് വേണ്ടിയുള്ള ഒന്നും ഇവിടെ കാണിച്ചിട്ടില്ല. ശരിയാണ്, 5 ഗെയിംസിൽ 4 ജയിച്ചു, 1 ഡ്രോ ആയി, ഒക്കെ ശരിയാണ്. പക്ഷേ ഇതേ സംഭവം നമ്മൾ സോൾഷ്യർ അണ്ടറിൽ കണ്ടതാണ്. എന്നിട്ടെന്ന് നമ്മൾക്ക് സംഭവിച്ചു. 1, 2, 3 കളി ഒരു വീക്കിൽ വന്നു കഴിഞ്ഞാൽ പ്ലേയേഴ്സ് പെർഫോം ചെയ്യുന്നില്ല. അവരുടെ ട്രെയിനിങ് ഫെസിലിറ്റീസ് അല്ലെങ്കിൽ ട്രെയിനിങ് മെത്തേഡ്സ് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ആ ട്രെയിനിങ് മെത്തേഡ്സ് അവർക്ക് സൂട്ട് ആവുന്നില്ല, കളികളിൽ അത് റിസൾട്ട് കാണിക്കുന്നില്ല. ഓൾസോ ഇൻ ഗെയിം ടാക്ടിക്സിൽ സോൾഷ്യർ വളരെ 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 വീക്കായിരുന്നു. മൈക്കിൾ കാരിക്കും ചില സന്ദർഭങ്ങളിൽ വീക്കായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് പേഴ്സണലി എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ എനിക്കറിയില്ല. അഗൈൻ യു ക്യാൻ കോമെന്റ് യുവർ ഒപ്പീനിയൻ. മൈക്കിൾ കാരിക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫുൾഹാമിനെതിരെയുള്ള മാച്ച് നമ്മൾ കഷ്ടിച്ച് രക്ഷപ്പെട്ടതാണ്. ഫുൾഹാം കുഡ് ഹാവ് വൺ ദാറ്റ് മാച്ച്. വെസ്റ്റ് ഹാമിനെതിരെയുള്ള മാച്ച് ലെനിയോറിൻ്റെ 2 ലാസ്റ്റ് മിനിറ്റ് 2 ടാക്കിൾസ് ഇല്ലെങ്കിൽ വി വുഡ് ഹാവ് ലോസ്റ്റ് ദാറ്റ് മാച്ച്. സോ നമ്മളൊരു നാരോ വിക്ടറീസ് കൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിയാണ്, സിറ്റിക്കെതിരെ ഡോമിനേറ്റിംഗ് ആയിരുന്നു, ആർസണലിനെതിരെ ഡോമിനേറ്റിംഗ് ആയിരുന്നു, അതേപോലെ തന്നെ സ്പേഴ്സിനെതിരെ ഡോമിനേറ്റിംഗ് ആയിരുന്നു, ഈവൻ ദോ ദി വർ ഡൗൺ ടു 10 men. പക്ഷേ 10 men ആവണേക്കാട്ട് മുമ്പേ സ്പേഴ്സ് ആയിരുന്നു കൂടുതലും അറ്റാക്കിംഗ് ഇൻറ്റൻറ്റ് കാണിച്ചിരുന്നത്. അപ്പോൾ ബേസിക്കലി ഇപ്പോഴത്തെ ഒരു റീസെൻറ്റ് റിസൾട്ട്സ് എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞിട്ട് മൈക്കിൾ കാരിക്കിന് ജോബ് കൊടുക്കണം എന്ന് പറയുന്നില്ല എനിക്ക് യാതൊരു അഭിപ്രായമില്ല. ആൻഡ് ഐ ഓൾസോ തിങ്ക് മൈക്കിൾ കാരിക്ക് ഇപ്പോൾ നമ്മൾ ടോപ്പ് 3 ടോപ്പ് 4 ഫിനിഷ് ചെയ്താലും ഐ ഡോണ്ട് തിങ്ക് മൈക്കിൾ കാരിക്ക് ഈസ് ഗുഡ് ഇനഫ് ഫോർ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ഇതൊരു കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക് ആയിരിക്കും, അല്ലെങ്കിൽ കോൺട്രവേഴ്ഷ്യൽ ടേക്ക് ആയിരിക്കും. പക്ഷേ എൻ്റെ അഭിപ്രായങ്ങൾ എനിക്കിവിടെ പറഞ്ഞേ പറ്റൂ. അത് ഒരാളെ പേടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഇതിൽ കോമൻറ്റ് ചെയ്യുന്ന നെഗറ്റീവ് കോമൻറ്റ്സ് വരുന്നു പേടിച്ചുകൊണ്ടോ, അതേപോലെ തന്നെ ഈ ചാനലിനെതിരെ എന്താ പറയുക നെഗറ്റീവ് കോമൻറ്റ്സ് വരുമെന്ന് പേടിച്ചുകൊണ്ട് എനിക്ക് കമൻറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായം പറയാതിരിക്കാൻ പറ്റില്ല. ഐ എം നോട്ട് ദാറ്റ് പേഴ്സൺ, സോറി അബൌട്ട് ഇറ്റ്. എൻ്റെ അഭിപ്രായങ്ങൾ എനിക്കിവിടെ പറഞ്ഞേ പറ്റൂ, നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് താഴെ പങ്കുവയ്ക്കാം. ഐ ഡോണ്ട് തിങ്ക് മൈക്കിൾ കാരിക്ക് ഇസ് ഗുഡ് ഇനഫ് ഫോർ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. മൈക്കിൾ കാരിക്കിനെ പോലത്തെ ഒരു മാനേജർ അല്ല, അല്ലെങ്കിൽ കോച്ചല്ല യുണൈറ്റഡിന് വേണ്ടത്. ഇതൊരു ഇൻ്ററിംഗ് പീരീഡിൽ ഓക്കെ, പക്ഷേ ലോങ് ടേം സക്സസ് നമുക്ക് വേണമെങ്കിൽ വി നീഡ് സംബഡി ലൈക്ക് കാർലോ ആൻചലോട്ടി, തോമസ് ട്യൂക്കൽ, ലൂയിസ് എൻറിക്കെ. മൈ ഫസ്റ്റ് പ്രിഫറൻസ് വുഡ് ബി ലൂയിസ് എൻറിക്കെ. ആ ടോപ്പ് 3 ലൂയിസ് എൻറിക്കെ ആയിരിക്കും എൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ്. പക്ഷേ അതിനുള്ള പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അഗൈൻ ദ റീസൺ ഐ തിങ്ക് ഇനിയോസ് അല്ലെങ്കിൽ ഗ്ലേസേഴ്സ് ലൂയിസ് എൻറിക്കെ പോലത്തെ കോച്ചസിന് പോകുന്നില്ല, അല്ലെങ്കിൽ മാനേജേഴ്സിന് പോകാത്ത കാരണം ലൂയിസ് എൻറിക്കെ ഡിമാൻഡ് ചെയ്യും, എനിക്ക് ഇന്ന പ്ലേസിനെ ഒഴിവാക്കണം, എനിക്ക് ഇന്ന പ്ലേസിനെ കൊണ്ടുവരണം. ഫോർ എക്സാമ്പിൾ എൻറിക്കെ എന്തായാലും വന്നിട്ട് പറയും ഐ ഡോണ്ട് ലൈക്ക് ലൂക്ക് ഷോ, ഐ ഡോണ്ട് വാണ്ട് ലൂക്ക് ഷോ, ഐ ഡോണ്ട് വാണ്ട് ഡാലോ, ഐ ഡോണ്ട് വാണ്ട് മഗ്വയർ, ഐ ഡോണ്ട് വാണ്ട് കസമിറോ, ഐ ഡോണ്ട് വാണ്ട് മേ ബി സെസ്കോ, ഹൂ നോസ്, ഐ ഡോണ്ട് നോ. ഈ ലൂയിസ് എൻറിക്കെ വേൾഡിലെ ഏറ്റവും നമ്പർ 1 ഗോൾ കീപ്പറായി നിൽക്കുന്ന സമയത്ത് ഡൊണറൂമിനെ ടീമിൽ നിന്ന് കളഞ്ഞ ആളാണ്. സോ യു ക്യാൻ ഇമാജിൻ ഏതൊക്കെ പ്ലേയേഴ്സിന് വേണ്ടി നിർത്തി കളയാൻ ലൂയിസ് എൻറിക്കെ പറയുന്നുള്ളത്. മേ ബി ബ്രൂണോനെ വരെ പറഞ്ഞേക്കാം. എന്നിട്ട് മൂപ്പർ അവർ പറയാൻ പോകുന്നത് എനിക്ക് എംബാപ്പേനെ വേണം, അല്ലെങ്കിൽ എംബാപ്പേനെ പറയില്ല, എനിക്ക് ലെറ്റ് സൈഡ് എനിക്ക് റോഡ്രിഗോനെ വേണം, എനിക്ക് ആൻഡേഴ്സിനെ വേണം, എനിക്ക് ബലേബേനെ വേണം, എനിക്ക് വാട്ടനെ വേണം, എനിക്ക് ഒരു പുതിയ ലെഫ്റ്റ് ബാക്ക് വേണം, എനിക്ക് ഡിമാർക്കോ വേണം ലെഫ്റ്റ് ബാക്ക് കളിക്കാൻ, എനിക്ക് പുതിയൊരു ഗോൾ കീപ്പർ വേണം. ഇതൊക്കെ മൂപ്പര് ഡിമാൻഡ് ചെയ്യാം. പക്ഷേ ഈ ഡിമാൻഡിനൊന്നും നമ്മുടെ ക്ലീനിയേഴ്സ് നിന്ന് കൊടുക്കില്ല. അതാണ് ഇവിടുത്തെ മെയിൻ ഇഷ്യൂ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനത്തെ മാനേജേഴ്സിന് പോവാത്തത്. കാരണം വി നീഡ് എ പപ്പറ്റ് ആൻഡ് വി ഹാവ് എ പപ്പറ്റ്. കാരിക്ക് എന്നാണ് മൂപ്പരുടെ പേര്. അല്ലെങ്കിൽ വി വിൽ ഹാവ് എ പപ്പറ്റ്. അത് ഡിസർബി ആവാം, ഒലിവർ ഗ്ലാസ്നർ ആവാം, ഇറിയോളെ ആവാം, മാർക്കോ സിൽവ ആവാം. കാരണം ഇവരൊക്കെ ഒരു പപ്പറ്റായി വർക്ക് ചെയ്യാൻ പറ്റുന്ന മാനേജേഴ്സാണ്. ഡിസർബി ഒരു ലെവൽ വരെയാണ്, അതിൻ്റെ മുകളിൽ പോവില്ല. അന്റോണിയോ കോണ്ടെ, ലൂയിസ് എൻറിക്കെ, തോമസ് ട്യൂക്കൽ, അതേപോലെ തന്നെ ആൻചലോട്ടി, അലക്സ് ഫെർഗൂസൺ ഫോർ എക്സാമ്പിൾ, പെപ് ഗാർഡിയോള, ക്ലോപ്പ്, ഇവരൊന്നും ഒരു പപ്പറ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന മാനേജേഴ്സ് അല്ല. ദേ ഡിമാൻഡ് സക്സസ്, ദേ ഡിമാൻഡ് ദെയർ പവർ ഓൺ ദ ക്ലബ്, അല്ലെങ്കിൽ ഇൻസൈഡ് ദ ക്ലബ്. അങ്ങനത്തെ ഒരു പപ്പറ്റ് അല്ല അവർ.
അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനത്തെ മാനേജേഴ്സിന് പോവാത്തത്. ഇനി മൈക്കിൾ കാരിക് അല്ല ഡിസേർബിയാണ് ഡിസേർവിങ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ജോബിനെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഐ കംപ്ലീറ്റ്ലി ഡിസഗ്രി. കാരണം ഡിസേർബി ഒരിക്കലും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് സൂട്ടായ ഒരു മാനേജർ അല്ല, അല്ലെങ്കിൽ കോച്ചല്ല. നമുക്കറിയാം ഡിസേർബി എങ്ങനെയാണ് ബ്രൈറ്റണിൽ നിന്ന് പോയത്, തല്ലുവിട്ടിട്ടാണ് പോയത്. എങ്ങനെയാണ് മാർസേലിൽ നിന്ന് മൂപ്പർ ഇറങ്ങിപ്പോകുന്നത്, തല്ലുവിട്ടി തന്നെ ഇറങ്ങിപ്പോകുന്നത്. സോ അങ്ങനത്തെ ഒരു മാനേജർ അല്ലെങ്കിൽ കോച്ച് ഇവിടെ വന്നാൽ എത്ര കാലം ഇവിടെ നിൽക്കുന്നുള്ളത് നമുക്ക് ആർക്കും ഒരു ഗ്യാരണ്ടി ഇല്ല. സോ ഐ ഡോണ്ട് തിങ്ക് ഡിസേർബി ഇസ് എ റൈറ്റ് സൂട്ട്. ഡിസേർബി നിങ്ങൾക്ക് റൈറ്റ് സൂട്ടായി തോന്നുന്നുണ്ടെങ്കിൽ യു ക്യാൻ കോമെന്റ് ആൻഡ് റീസണും കോമെന്റ് ചെയ്യാം. ഡിസേർബി ഇന്ന പ്ലെയറിന് ബെറ്റർ ആക്കും, യങ്സ്റ്റേഴ്സിന് ചാൻസ് കൊടുക്കും, വി വിൽ വിൻ ദ പ്രീമിയർ ലീഗ്, വി വിൽ വിൻ ദ ചാമ്പ്യൻസ് ലീഗ്, നമ്മൾക്കൊരു ബെറ്റർ ഫുട്ബോൾ സ്ട്രക്ചർ കാണാൻ പറ്റുമോ എന്നൊക്കെ. എൻ്റെ അഭിപ്രായത്തിൽ വാട്ട് ഡിസേർബി വിൽ ബ്രിങ്, എൻ്റെ ഒപ്പീനിയൻ ഞാൻ ഓപ്പണായിട്ട് പറയാം, ഡിസേർബി വിൽ ബ്രിങ് 4-5 നല്ല പാസുകൾ കൊടുത്ത്, വൺ ടച്ച് പാസുകൾ കൊടുത്ത് ഗോൾ അടിക്കാൻ പറ്റുന്ന ഒരു മാച്ച്, അടുത്ത 2-3 മാച്ച് ഡ്രോവും ലോസ്. ഇതാണ് ഡിസേർബി. And he cannot handle the pressure of Manchester United. I don't think so. He's not made for this role. എൻ്റെ ഒപ്പീനിയനിൽ ഐ ഡോണ്ട് നോ ഹൂ വിൽ ബി ദ നെക്സ്റ്റ് മാനേജർ ആൻഡ് ഹൂ വിൽ ബി ദ നെക്സ്റ്റ് കോച്ച്. നമ്മുടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് പറ്റിയ, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈസ് എ ബിഗ് ക്ലബ്, ബിഗ് ഗെയിം, ബിഗ് ക്ലബ് മെൻറ്റാലിറ്റിയുള്ള ഒരു ക്ലബ്ബാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. അതുപോലെ ഒരു ബിഗ് ഗെയിം മാനേജ് ചെയ്യാൻ, ബിഗ് ക്ലബ് മാനേജ് ചെയ്യാൻ, അത്രയും ബിഗ് എന്താ പറയുക സക്സസ് ഡിമാൻഡ് ചെയ്യുന്നൊരു മാനേജർ വന്നിട്ട് എനിക്ക് കാര്യമുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഐ ഡോണ്ട് നോ ഹൂ വിൽ ബി ദ നെക്സ്റ്റ് കോച്ച്. ഞാൻ വെയിറ്റ് ചെയ്യാണ് നിങ്ങളെപ്പോലെ തന്നെ. പക്ഷേ യു ക്യാൻ പുട്ട് യുവർ ഒപ്പീനിയൻസ്. ആരായിരിക്കണം നെക്സ്റ്റ് കോച്ച്, മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ നെക്സ്റ്റ് മാനേജർ അല്ലെങ്കിൽ നെക്സ്റ്റ് കോച്ച് ആരായിരിക്കണം എന്നുള്ള നിങ്ങളുടെ ഒപ്പീനിയൻസ് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. ആൻഡ് മേ ബി യു ക്യാൻ പുട്ട് ദ റീസൺസ് ആസ് വെൽ. എന്തുകൊണ്ട് ഈ മാനേജർ അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ കോച്ച് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലാവണം അല്ലെങ്കിൽ വരണം എന്നുള്ളത് നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ലെറ്റ് മീ നോ യുവർ കോമൻറ്റ്സ്. ആൻഡ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കോമൻറ്റ് ചെയ്യുക, അഗെയിൻ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിലോട്ട്. ദിസ് ഇസ് മിറാജ് സൈനിങ് ഓഫ് ഫ്രം സ്ട്രട്ട്ഫോർഡ് സിഗ്നൽ. സീ യു അഗെയിൻ ഓൺ മൺഡേ. നമ്മൾ ലൈവ് വരുന്നുണ്ട്. സോ സബ്സ്ക്രൈബ് ടു ചാനൽ. മൺഡേ നമ്മളൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ലൈവ് കൊണ്ടുവരുന്നുണ്ട് ടു ടോക്ക് അബൌട്ട് പ്ലേയേഴ്സ്. നമ്മൾ സൈൻ ചെയ്യേണ്ട പ്ലേയേഴ്സ് ആരൊക്കെയാണ്, ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ്സിലോട്ട് നമ്മൾ സൈൻ ചെയ്യണമെന്ന് ലൈവ് ചെയ്യാൻ വരുന്നുണ്ട് മൺഡേ. സോ ഡോണ്ട് മിസ് ഔട്ട് ഓൺ ദാറ്റ്. ദിസ് ഇസ് മിറാജ് സൈനിങ് ഓഫ് ഫ്രം സ്ട്രട്ട്ഫോർഡ് സിഗ്നൽ. സീ യു സൂൺ.